ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ചില വേദനകളും പ്രയാസങ്ങളും ദീർഘകാലം നിലനിൽക്കുന്നതാണ്. നാം പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകൾ നമ്മളുടെ മനസ്സിനെയും ഹൃദയത്തെയും വേദനിപ്പിക്കാറുണ്ട്. 13-ാം സങ്കീർത്തനത്തിൻ്റെ 2-ാമത്തെ വാക്യം അങ്ങനെയുള്ളൊരു പ്രയോഗമാണ്. അതൊന്ന് ശ്രദ്ധിച്ചു വായിച്ചാൽ അത് എഴുതിയ ആളുടെ ഹൃദയത്തിൻ്റെ അകത്തെ വേദന എത്ര അത്യഗാധമായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എത്രത്തോളം ഞാൻ എൻ്റെ ഉള്ളിൽ വിചാരം പിടിച്ച് എൻ്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും. ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. എത്രത്തോളം എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഞാൻ വിചാരം പിടിച്ച് ദിവസം പ്രതി ഞാൻ ദുഃഖം അനുഭവിക്കേണ്ടി വരും. ചില വേദനകൾ ദിവസം തോറും എന്നുള്ളതിനേക്കാൾ മിനിറ്റുകൾ തോറും നമ്മളെ വേട്ടയാടുന്നതും നമ്മളെ പിറകിലോട്ട് വലിക്കുന്നതും നമ്മളെ രോഗികളാക്കി തീർക്കുന്നതുമൊക്കെയാണ്. പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൻ്റെ അകത്തൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു ദൈവപൈതൽ ചെയ്യേണ്ടുന്നത് എന്താണ്? അതിൻ്റെ അകത്ത് നമുക്കുണ്ടാകേണ്ടുന്ന ചില തിരുവചന അറിവുകൾ നമ്മളെ ആ പ്രശ്നത്തിൻ്റെ അക്കരെ കരകയറുവാൻ, തരണം ചെയ്യുവാൻ ദൈവം നമുക്ക് കൃപ നൽകി തരും. ഇതാണ് ഇന്ന് ഈ സങ്കീർത്തനത്തിലൂടെ നാം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. ഒരുപക്ഷെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ, നമ്മളൊക്കെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ തരണം ചെയ്തു പോകുന്നവരാണ്, അല്ലെങ്കിൽ പോയിട്ടുള്ളവരാണ്. ആ സാഹചര്യത്തിൻ്റെ ഏറ്റവും ഒടുവിൽ ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് ഒന്ന് ഓർത്തെടുക്കുന്നത് നമുക്ക് ഈ സമയത്ത് ബലവും ധൈര്യവും പകരുന്നതാണ്. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അകത്തെ ഒരുപാട് ഭക്തന്മാർ ഇത്തരത്തിലുള്ള സമാനമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. പഴയ നിയമത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നത് ഇയ്യോബിൻ്റെ ചില വാക്കുകളാണ്. ആ വാക്കുകൾ ഇതിനോട് ചേർത്ത് നമ്മളൊന്ന് ചിന്തിച്ചാൽ അത് നമുക്ക് വളരെ അനുഗ്രഹവും സന്തോഷവുമായിരിക്കും. ഇയ്യോബിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: കിടക്കുന്നേരം ഞാൻ എപ്പോൾ എഴുന്നേൽക്കും, രാത്രിയോ ദീർഘിച്ചുകൊണ്ടിരിക്കും. 2, പ്രഭാതം വരെ ഞാൻ കിടന്നുരുളുന്നു. ചില കഷ്ടതകൾ അങ്ങനെയാണ്. രാത്രി മുഴുവനും നീളുന്ന, പകല് മുഴുവനും നീളുന്ന, രാത്രിയിൽ കട്ടിലിൽ കിടന്നുറങ്ങുവാൻ പോലും കഴിയാതെ വണ്ണം നമ്മൾ അങ്ങോട്ടും ഉരുണ്ട് ഇങ്ങോട്ടും ഉരുണ്ട് പോകുന്ന തരത്തിലുള്ള ചില കഷ്ടതകൾ, ചില വേദനകൾ, മറുപടിയില്ലാത്ത ചില ചോദ്യങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. പക്ഷെ ഇതിൻ്റെ അകത്തൂടൊക്കെ ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനുണ്ടെന്നും ദൈവം നമ്മളെ ചിലത് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണെന്നും ഈ കഷ്ടതകളും വേദനകളും നമ്മളെ തകർക്കാനല്ല, അതിൻ്റെ അകത്തുകൂടെ നാം മനസ്സിലാക്കേണ്ടുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ടെന്നും നാം ആ ഒരു തിരിച്ചറിവിലേക്ക് വരുമ്പോൾ ആ ഒരു കാലം കഴിയുമെന്നും നമ്മൾ മനസ്സിലാക്കുക. കുറച്ചുകൂടെ വളരെ വ്യക്തമായി ഈ സന്ദേശത്തിന് മുൻപോട്ടുള്ള ഭാഗങ്ങളിൽ നിങ്ങളുമായിട്ട് പറയുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യാം. 7-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ഇയ്യോബ് പറയുന്നൊരു കാര്യമുണ്ട്: എൻ്റെ കണ്ണ് ഇനി നന്മയെ കാണില്ല. എൻ്റെ കണ്ണ് ഇനിയും നന്മയെ കാണില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നമ്മളൊക്കെ ചിലപ്പോൾ ഇത് പറയും, ഈ വിഷയത്തിന് ഇനി മറുപടിയില്ല, ഇനിയും ഒരിക്കലും ഞാൻ നന്മയെ കാണത്തില്ല. ഇത്തരത്തിലുള്ള ഒരു ചിന്തകൾ, ഇതിൻ്റെയൊക്കെ അവസാനം ദൈവത്തിന് എന്താണ് നമ്മളോട് പറയാനായിട്ടുള്ളത്? ഈ സന്ദേശം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെയൊക്കെ ജീവിതത്തിൻ്റെ അകത്ത് ആശ്വാസമായി സമാധാനമായി തീർക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഈ സങ്കീർത്തനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് 13-ാം സങ്കീർത്തനമാണ്. 13-ാം സങ്കീർത്തനത്തിൻ്റെ 2-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചതുകൊണ്ട് ഇനി അതിലേക്ക് പോകുന്നില്ല. 1-2 വാക്യങ്ങളിൽ 4 ചോദ്യങ്ങളാണ് ദൈവത്തോട് ദൈവഭക്തനായ ദാവീദ് ചോദിക്കുന്നത്. 1, യഹോവേ, എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും? 2, എത്രത്തോളം നിന്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും? 3, എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് വിചാരം പിടിച്ച് ദിവസം പ്രതി ഞാൻ എത്രത്തോളം ദുഃഖം അനുഭവിക്കേണ്ടി വരും? 4, എത്രത്തോളം എൻ്റെ ശത്രു എൻ്റെ മേൽ ഉയർന്നിരിക്കും? ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ശൗലിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്ന വേളകളിലൊക്കെ ചമച്ചതാകാനാണ് സാധ്യത. കാരണം നമുക്കറിയാം, ദീർഘനാളുകളിൽ ദാവീദ് ഒരു നായയെ പോലെ അലഞ്ഞ് ആ ശൗല് പിറകെ നടന്ന സന്ദർഭങ്ങളൊക്കെ നമുക്കറിയാവുന്നതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. അന്നേരമൊക്കെ ദാവീദിന്റെ ചില വാക്കുകൾ ശ്രദ്ധിച്ചാൽ, ഞാൻ ഒരു ദിവസം ഈ ശൗലിന്റെ കയ്യാൽ നശിക്കുകയുള്ളൂ. ഇല്ലേ? നമ്മളൊക്കെ പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാതെ കുഴഞ്ഞു കിടക്കുന്ന ചില വിഷയങ്ങളുണ്ട്. കുറച്ചു കഴിയുമ്പോൾ നമ്മൾ പറയും, എൻ്റെ കണ്ണിനി നന്മയെ കാണത്തില്ല, എന്തിന് ദൈവം എന്നോട് ഇതൊക്കെ ചെയ്തു എന്ന് നമ്മൾ ചോദിക്കും.
പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിന്റെ അകത്തെ കഷ്ടതകൾക്കകത്ത് നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. നമ്മൾ ആ കഷ്ടതയ്ക്കകത്ത് ദൈവത്തോട് ചോദിക്കാൻ തയ്യാറാകണം, കർത്താവേ, എന്തിന് അവിടുന്ന് ഇത് അനുവദിച്ചു കൊടുത്തു? എൻ്റെ ബാല്യകാലങ്ങളിൽ ഒരുപാട് കഷ്ടതകളിലൂടെ കടന്നുപോയ ഒരാളാണ് ഞാൻ. ആദ്യത്തെ വീഡിയോയിൽ സാക്ഷ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ 4ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന സമയങ്ങളിൽ വീട്ടിലെ വേദനകൾ കൊണ്ട്, പ്രയാസങ്ങൾ കൊണ്ട് എൻ്റെ അമ്മ 1.5 വയസ്സാകുന്ന സമയത്ത് വീട്ടിൽ നിൽക്കാൻ പറ്റാതെ വീട്ടിൽ നിന്ന് ഓടിപ്പോയി. എന്നെ വളർത്തിയതും വലുതാക്കിയതും ഒക്കെ എൻ്റെ അപ്പച്ചനും എൻ്റെ അമ്മച്ചിയുമാണ്. പപ്പ കടുത്ത മദ്യപാനത്തിലേക്ക് പോയി. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് വീട്ടുമുറ്റത്തുള്ള ആ ഒരു കിണറ്റിൽ ചാടിച്ചാകാനായിട്ട് ഞാൻ ആഗ്രഹിച്ച് അതിനുവേണ്ടി ഞാൻ ശ്രമിച്ച ഒരാളാണ്. പക്ഷേ എന്നെ ആ കിണറ്റിൻ്റെ അകത്തുനിന്ന് ഒരു കരം വരുന്നത് പോലെ ഞാൻ കണ്ട് എന്നെ ആ കൈ പുറകിലേക്ക് തള്ളി എന്നെ മരണത്തിനായിട്ട് വിട്ടുകൊടുത്തില്ല. അന്നൊക്കെ ഞാൻ ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ദൈവമെന്ന് പറയുന്ന ഒരാള് ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഒരു കുറ്റവും ചെയ്യാത്ത എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ വന്നു? എൻ്റെ സ്നേഹിതന്മാർ, എൻ്റെ കൂട്ടുകാരൊക്കെ നല്ല മാതാപിതാക്കളുടെ വീട്ടിൽ സന്തോഷത്തോടെ എല്ലാ സമൃദ്ധിയിലും ജീവിക്കുമ്പോൾ എൻ്റെ ദൈവമേ, അവിടുന്ന് ഒരാൾ ജീവിക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് ഒരു തെറ്റും ചെയ്യാത്ത എന്നെ ഈ കഠിനമായ വേദനയിലൂടെ കടത്തിവിടുന്നത്? അന്നൊന്നും എനിക്ക് അതിൻ്റെ അർത്ഥം അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ തിരിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് നഷ്ടപ്പെട്ട കാലങ്ങളെല്ലാം നീക്കി ദൈവം സമാധാനം തന്നു, ദൈവം കുടുംബത്തെ തന്നു, കുഞ്ഞുങ്ങളെ തന്നു. ഏറ്റവും വലുത്, ആ കഷ്ടതയ്ക്കകത്തൂടെ ദൈവം എന്നെ പണിഞ്ഞെടുത്ത് ഒരു നല്ല വചന പ്രഘോഷകനാക്കി മാറ്റി. ദൈവത്തെ അടുത്തറിയുവാനും രുചിച്ചറിയുവാനും ദൈവത്തോടു കൂടി അനേക സമയങ്ങൾ ചെലവഴിക്കുവാനും ദൈവം ആരാണെന്നും തിരിച്ചറിയുവാനും ആ കഷ്ടതകൾ കാരണമാക്കിയെങ്കിൽ ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ കടന്നു പോകുന്ന വേദനകൾ, കഷ്ടതകൾ മനസ്സിലാക്കുക. അതിൻ്റെ അകത്ത് തളർന്നു പോകരുത്, അതിൻ്റെ അകത്ത് നിങ്ങൾ ഉടഞ്ഞു പോകരുത്. അതിൻ്റെ അകത്തൂടെ ദൈവത്തിന് ചിലത് പഠിപ്പിച്ചെടുക്കാനായിട്ടുണ്ട്. ദാവീദിന്റെ ചോദ്യങ്ങൾ, 4 ചോദ്യങ്ങൾ, ആ വാക്കുകൾ തൻ്റെ വേദനയെ എത്ര ശക്തമായിട്ടാണ് വെളിപ്പെടുത്തുന്നത്, ഇല്ലേ? ഹൃദയത്തിന് വിചാരം പിടിച്ചു, ദിവസം തോറുമുള്ള വേദനകൾ. ചില വേദനകളൊക്കെ മിനിറ്റുകൾ തോറും നമ്മളെ വേദനിപ്പിക്കുന്നതാണ്. ഇയ്യോബിന്റെ വാക്കുകൾ കേട്ടില്ലേ? എത്ര കഠിനമായ വേദനകളാണ് ജീവിതത്തിൽ വന്നത്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഈ വേദനകളിലൂടെ കടന്നു പോകുമ്പോഴും ദൈവം നമ്മളെ പണിതുകൊണ്ടിരിക്കുകയാണ്. ദൈവം നമ്മളെ തള്ളിക്കളയുന്നില്ല, ദൈവം നമ്മളെ ഉപേക്ഷിക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കുക. ഇതിന്റെ ബാക്കി ഭാഗത്തിലേക്ക് പെട്ടെന്ന് പോകുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. 3ാമത്തെ വാക്യം, എൻ്റെ ദൈവമായ യഹോവേ, കടാക്ഷിക്കണമേ, എനിക്ക് ഉത്തരമരുളണമേ, ഞാൻ മരണനിദ്ര പ്രാപിക്കാതിരിപ്പാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. 4-5 വാക്യങ്ങൾ, ഞാൻ എന്നെ തോൽപ്പിച്ചുവെന്ന് ശത്രു പറയരുത്. 5ാമത്തെ വാക്യമാണ് ശ്രദ്ധേയം, ഞാനോ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഇത്തരത്തിലുള്ള വേദനകളിലും പ്രയാസങ്ങളിലും കടന്നു പോകുമ്പോൾ നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഇടം ദൈവത്തിൻ്റെ കരുണയാണ്, ദൈവത്തിൻ്റെ കൃപയാണ്. ഇതുമായിട്ട് ചേർന്ന് ഒരു വാക്യം എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം. എസ്രായുടെ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, എസ്രായുടെ പുസ്തകം 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ എസ്ര സന്ധ്യായാഗത്തിന്റെ സമയത്ത് കണ്ണുനീരോടെ വസ്ത്രം കീറി ആത്മതപനത്തോടെ കണ്ണുനീരിൽ ചാലിച്ച ചില പ്രാർത്ഥനയുടെ വരികൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വാക്കുകളിൽ എസ്ര ദൈവത്തോട് പറയുന്ന ചില വാക്കുകൾ ശ്രദ്ധേയമാണ്. 9-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം, എസ്രാ ശാസ്ത്രിയുടെ ഒരു പ്രാർത്ഥന, കണ്ണുകളെ പ്രകാശിപ്പിക്കുവാൻ തക്കവണ്ണം ദാസ്യസ്ഥിതിയിൽ നിന്ന് ജീവശക്തിയിലേക്ക് ഒരു ശേഷിപ്പ് ഞങ്ങൾക്ക് നൽകി, വിശുദ്ധ സ്ഥലത്ത് ഒരു പാർപ്പിടം നൽകുവാൻ അവിടുന്ന് ഞങ്ങളോട് കരുണ കാണിച്ചിരിക്കുന്നു. അപ്പോൾ എസ്ര പറയുകയാണ്, ദൈവം ഞങ്ങളോട് കരുണ കാണിച്ചതുകൊണ്ട് ഞങ്ങളുടെ കണ്ണുകളെ ദൈവം പ്രകാശിപ്പിച്ചു എന്ന് മാത്രമല്ല, ദാസ്യസ്ഥിതിയിൽ നിന്ന് ഒരു ജീവശക്തി ഞങ്ങൾക്ക് നൽകി, ഞങ്ങൾക്കൊരു പാർപ്പിടം ദൈവം നൽകി തന്നിരിക്കുന്നു. 70 വർഷത്തെ പ്രവാസത്തിന്റെ അനന്തരമായി ഒരിക്കലും മടങ്ങി വരത്തില്ലെന്ന് ചിന്തിച്ച സാഹചര്യങ്ങളിൽ നിന്ന് കോരശിലൂടെ ദൈവം കൽപ്പന പുറപ്പെടുവിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം ദൈവം നിവർത്തിച്ച് യഹൂദന്മാരുടെ എടുത്തുകൊണ്ടുപോയ ആലയത്തിലെ ഉപകരണങ്ങളെല്ലാം തിരിച്ചെടുപ്പിച്ച് കണക്ക് കൊടുത്ത് എസ്രാ ശാസ്ത്രിയുടെ നേതൃത്വത്തിലെ ഒരു കൂട്ടത്തെ മടക്കി ആ വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആ ദൈവമനുഷ്യൻ ദൈവം മുമ്പാകെ കരഞ്ഞുകൊണ്ട് പറയുന്ന പ്രാർത്ഥനയുടെ വരികളാണ് നമ്മൾ കേട്ടത്. ദാസ്യസ്ഥിതിയിൽ നിന്ന് ജീവശക്തി ഞങ്ങൾക്ക് നൽകി, ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിച്ച് ഞങ്ങൾക്കൊരു പാർപ്പിടം തന്നതുകൊണ്ട് നന്ദി കർത്താവേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വേദനകളും ഇന്നത്തെ കഷ്ടതകളും ഇന്നത്തെ പ്രയാസങ്ങളും ഒന്നും നമ്മളെ തകർക്കത്തില്ല. നമ്മൾ തളർന്നു പോകരുത്. എനിക്കതാണ് നിങ്ങളോട് പറയാനുള്ളത്.
ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുക. പിന്മാറ്റത്തിലേക്ക് പോകരുത്. വിശ്വാസം ക്ഷീണിച്ചു പോകരുതെന്ന് പറയാനുള്ള കാര്യം എന്താ? രഫിദീമിൽ വെച്ച് അമാലേക്ക് വന്ന് ക്ഷീണിച്ചും തളർന്നു ഇരുന്ന ഇസ്രായേലിനെ ആക്രമിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. ആരെയാണ് ആക്രമിച്ചു കൊന്നതെന്നറിയാമോ? ക്ഷീണിച്ച് പിന്നണിയിൽ പോയവരെ. അപ്പൊ നമ്മുടെ ചില വിഷയങ്ങൾ നമ്മളെ ക്ഷീണിപ്പിക്കുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഒരിക്കലും പിന്നണിയിലേക്ക് പോകരുത്. കാരണം എന്താ? പിന്നണിയിലേക്ക് പോയാൽ ശത്രുവിന്റെ കൈകൾ നമ്മുടെ മേൽ വീഴാൻ സാധ്യതകളുണ്ട്. വേദനകൾ, ഹൃദയത്തെ തളർത്തുന്ന വേദനകൾ, മനസ്സിനെ തകർക്കുന്ന വേദനകൾ ഒക്കെ വന്നാലും ദൈവത്തിന് സ്തോത്രം, ക്ഷീണിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ പിന്നണിയിലേക്ക് പോകരുത്, പിന്മാറ്റത്തിലേക്ക് പോകരുത്, ദൈവത്തെ തള്ളിക്കളയുന്നതിലേക്ക് പോകരുത്. കർത്താവ് പറഞ്ഞു, ഓരോ ദിവസത്തിനും അതാത് ദിവസത്തിന്റെ ദോഷം മതി. നാളെക്കുറിച്ചൊന്നും അമിതമായിട്ട് നമ്മൾ ചിന്തിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഇല്ലേ? നാളത്തെ കാര്യങ്ങൾ, നാളത്തെ ദിവസം ദൈവത്തിനുള്ളതാണ്. വിചാരപ്പെടുന്നത് കൊണ്ട് കൂട്ടാനോ കുറയ്ക്കാനോ നമുക്ക് പറ്റത്തില്ല. അനുദിനം നമ്മളെ നടത്തുന്ന ദൈവമാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കുക. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനായി, ആമേൻ, തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനായി കൃപാസനത്തോട് അടുത്തിയില്ലുക, കരുണ ലഭിപ്പാനായി. അപ്പം ദൈവമുമ്പിലേക്ക് ഓടിച്ചെന്ന് ഒരു കൊച്ചുകുട്ടിയെ പോലെ നെടുമ്പാട് വീണ് കരഞ്ഞ് നമ്മുടെ വിഷയങ്ങൾ ദൈവത്തോട് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് തരണം ചെയ്തു പോകാനുള്ള കൃപ സർവശക്തനായ ദൈവം നമുക്കൊക്കെയും നൽകിത്തരും. അതാണ് ജീവിതാനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ വാക്യം, 6-ാമത്തെ വാക്യം, യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുന്നത് കൊണ്ട് ഞാനവന് പാട്ടുപാടും. ദൈവത്തിന് സ്തോത്രം. 4 വരെയുള്ള വാക്യങ്ങൾ ചോദ്യങ്ങളാണ്. പക്ഷേ ഏറ്റവും ഒടുവിലത്തെ വാക്യം ചോദ്യത്തിന്റെ ഉത്തരമാണ്. എന്നും ചോദ്യമില്ല, എന്നും വേദനയില്ല, എന്നും കഷ്ടതയില്ല, എന്നും മറുപടിയില്ലാതിരിക്കത്തില്ല. ഒരു ദിവസം ദൈവം മറുപടി തരും. വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ചാൽ നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി കൃത്യമായി ദൈവസന്നിധിയിൽ നിന്ന് പുറപ്പെടും. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുന്നത് കൊണ്ട് ഞാൻ അവന് പാട്ടുപാടും. ദൈവം ചെയ്ത നന്മകളെ കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ദൈവം ഇല്ലെന്നൊക്കെ ആൾക്കാർ പറയില്ലേ? ദൈവം ഉണ്ടെന്ന് ഓരോ ദിവസവും നമ്മുടെ അനുഭവങ്ങൾ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. കർത്താവ് അത് ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ സാക്ഷ്യം ഞാൻ നിങ്ങളോട് പറയാം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ വൈഫ് സ്ഥിരമായി രാത്രിയിൽ ദർശനം കാണുമായിരുന്നു. പട്ടി കടിക്കാൻ വരുന്നു, കുഞ്ഞുങ്ങളെ പട്ടി ഓടിക്കുന്നു, ഇങ്ങനെയുള്ള കാഴ്ചകൾ. അപ്പം ഞങ്ങളതൊരു പൈശാചിക പോരാട്ടമാണെന്ന് കരുതി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ഉപവസിച്ചു, ദൈവസന്നിധി സ്തോത്രം ചെയ്തു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ താമസിക്കുന്ന ചർച്ചിൻ്റെ പാഴ്സനേജിൻ്റെ മുകളിൽ ഒരു സന്ധ്യാസമയത്ത് ഒരു പട്ടി കയറി വന്നു. ഞങ്ങളൊരു പ്രാർത്ഥനയ്ക്ക് പോകാനായിട്ട് ഒരുങ്ങി കുഞ്ഞു വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ അതിവേഗത്തിൽ, എൻ്റെ മോൾ 6 വയസ്സുണ്ട്, അവൾ ഓടി, അമ്മേ പട്ടി എന്ന് പറഞ്ഞു ഓടി വന്ന്, ആൻസി പോ പട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഈ പട്ടിയെ ഓടിച്ചപ്പോൾ ഒരു പട്ടി അതെങ്ങനെ അവിടെ കയറി വന്നെന്ന് അറിയത്തില്ല, ഈ മുകളിലത്തെ നിലയിൽ സ്റ്റെപ്പ് വഴി കയറി കുഞ്ഞിനെ കടിച്ച് ഉപദ്രവിക്കുമായിരുന്നു. ആ പട്ടി ഇറങ്ങി താഴോട്ട് നോക്കുമ്പോൾ കുറച്ചധികം പട്ടികളുണ്ട്. ആ പട്ടികൾ വളരെ വേഗത്തിൽ ഓടിപ്പോകുന്നത് കണ്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിച്ചു, സ്തോത്രം ചെയ്തു. പക്ഷെ പിറ്റേ ദിവസം ഞങ്ങളോട് കുറച്ച് പേര് പറഞ്ഞു, ഇവിടെ സന്തോഷമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് കുറെ പേരെ പട്ടികൾ കടിച്ചിട്ടുണ്ട്, കുറെ പേര് ആശുപത്രികളാണ്. ഇന്നത്തെ മലയാള മനോരമയുടെ പത്രത്തിൽ ഒരു വാർത്ത വന്നു. പത്തനംതിട്ടയ്ക്കടുത്ത് സന്തോഷമുക്ക്, ഞങ്ങൾ അതിൻ്റെ അടുത്താണ് താമസിക്കുന്നത്, അവിടെ ഏകദേശം 13ഓളം പേരെ പേവിഷബാധയേറ്റ പട്ടികൾ കടിച്ച് അതിൽ ഒരു വാർദ്ധക്യത്തിലുള്ള ഒരു അമ്മച്ചി ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയി, കോട്ടയം മെഡിക്കൽ കോളേജിൽ. ആ വാർത്ത ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ദേ കണ്ടോ? ഇതാണ് ആ വാർത്ത. ഈ വാർത്ത നിങ്ങൾ കണ്ടില്ലേ? ദൈവത്തിന് സ്തോത്രം. യഹോവ നമുക്ക് നന്മ ചെയ്തിരിക്കുന്നത് കൊണ്ട് നമ്മൾ അവന് പാട്ടുപാടും. ഓരോ ദിവസം എന്തെല്ലാം നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തു. ഇന്നുള്ള കഷ്ടതകൾ, ഇന്നുള്ള വേദനകൾ നന്മയ്ക്കാക്കി ദൈവം തീർക്കട്ടെ. ആ വേദനകളെയും പ്രയാസങ്ങളെയും പ്രാർത്ഥനകളാക്കി തീർക്കുക. ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുമ്പിലേക്ക് കണ്ണുനീരോടെ, വേദനയോടെ. എസ്ര കവിട് വീണ് കരഞ്ഞു പ്രാർത്ഥിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. കവിട് വീണ് കരഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പൊ അങ്ങനെയുള്ള പ്രാർത്ഥനകളുണ്ട്. അങ്ങനെ വേദനകളെയും സങ്കടങ്ങളെയും നീക്കി തരുന്ന ആ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുമ്പിലേക്ക് നമ്മുടെ വിഷയങ്ങളെ കൊണ്ടുചെല്ലാം. കർത്താവ് നിശ്ചയമായിട്ടും അതിനകത്ത് മറുപടി നൽകി തരും. ഒരു വാക്ക് പ്രാർത്ഥിക്കുക. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല പിതാവേ, ഒരു ദിവസം കൂടി ഞങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് കർത്താവ് നൽകി തന്നല്ലോ. ഞങ്ങളുടെ മക്കളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നവരെവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ കഷ്ടതകളിലെയൊക്കെ നീക്കി ഞങ്ങൾക്ക് നന്മ നൽകി തരുന്ന ദൈവമാണ്. കഠിനമായ ശോധനകളിലും വേദനകളിലും മറുപടിയില്ലാത്ത വിഷയങ്ങളിൽ കടന്നു പോകുന്ന ഒരുപാട് പ്രിയപ്പെട്ടവർ ഈ സന്ദേശം കേൾക്കുന്നുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരെ വഴി നടത്തി
ആലോചന പറഞ്ഞു കൊടുത്ത് മുൻപോട്ട് നടത്തണം. ഒന്നിച്ച് അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് സഹായിക്കട്ടെ. വീണ്ടും അടുത്തൊരു സന്ദേശവുമായിട്ട് നമുക്ക് കാണാം. ഗോഡ് ബ്ലസ് യു.